എടാ, നീ ചിമ്മിയും കുട്ടി പൊക്കോ. കുട്ടിന്ന് എന്റെ കൂടെ വരുന്നേ. അതിനുള്ള നിന്റെ കൂടെ വരാറില്ലല്ലോ. പക്ഷേ ഇന്ന് ഞാൻ പറഞ്ഞാല് അവൾ ഉറപ്പായും വരും. ഇത്ര നേരമായിട്ട് ഞങ്ങളിവിടെ നോക്കി നിൽക്കുക. നിങ്ങളുടെ മേക്കപ്പിന് വെയിറ്റ് ചെയ്ത് നിന്നാൽ ഇന്നും നാളെയും കോളേജിൽ പോകാൻ പറ്റില്ല. സോറി ചായ, ഇനി ലേറ്റ് ആവൂല. ശരി ശരി, നീ കേറി പോവാം. അതെന്താ ഇന്ന് അവളോട് കയറാൻ പറയുന്നത്? സാധാരണ ഞാനല്ലേ ഇന്ന് നിന്റെ കൂടെ വരുന്നത്. എന്നും നീ അവന്റെ കൂടെ പോന്നെ, പക്ഷേ ഇന്ന് നീ എന്റെ കൂടെ വരുന്നേ. നിന്റെ കൂടെയോ? ഞാൻ വരില്ല. ഞാൻ നടന്നു വന്നാലും ശരി, നിന്റെ കൂടെ ഞാൻ വരില്ല. നീ എന്റെ കൂടെ വരൂ. ഇല്ല നിന്റേല് ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യടാ? ചിമ്മി, ഇന്നലെ രാത്രിയിലുണ്ടല്ലോ ഇവള്. ഇന്നലെ രാത്രിയിൽ എന്താ? ഇന്നലെ രാത്രിയിൽ ഒന്നുമില്ല. നിനക്ക് ഞാനിപ്പോ കൂടെ വരണം. അച്ഛയിലേ ഉള്ളൂ. വാ പോവാം. ഇന്നലെ രാത്രിയില് ഇവളെന്താ ചെയ്തേ? അതൊന്നുമില്ല. നീ ഉണ്ണിസിനെ കൂട്ടി പോവാൻ നോക്ക്. എടാ പിന്നെ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആവും. വേറൊരു സ്ഥലത്ത് പോയിട്ടേ വരുള്ളൂ. വേറെ എവിടെയാ പോന്നേ? അത് നീ എത്തും പറഞ്ഞാ മതി. നീ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? എനിക്ക് കോളേജിൽ പോണം. കോളേജിലൊക്കെ പോവാം. ആദ്യം ഞാൻ പറയാൻ വന്നൊന്ന് പറഞ്ഞു തീർക്കട്ടെ. എന്താന്ന് വെച്ചാ പറ. എനിക്ക് പറയാനുള്ളത് കുറച്ച് റൂൾസാ. റൂൾസോ? എന്ത് റൂൾസ്? റൂൾ നമ്പർ 1, എന്നെയും നീ നിശ്ചായെന്ന് മാത്രമേ വിളിക്കാൻ പാടുള്ളൂ. റൂൾ നമ്പർ 2, ഞാൻ എന്ത് പറഞ്ഞാലും നീ അനുസരിക്കണം. ആൻഡ് റൂൾ നമ്പർ 3, ആരെന്ത് പറഞ്ഞാലും ഈ ചാടി കിടക്കുന്ന സ്വഭാവം നീ അങ്ങ് മാറ്റണം. ഈ റൂൾസ് ഒന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഇതെല്ലാം നീ അനുസരിക്കും. അനുസരിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. ഇന്നലെ രാത്രിയിലുണ്ടായ ആ സംഭവത്തിന്റെ പേരില് നീ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാണല്ലേ? വേണേല് അങ്ങനെയും പറയാം. അപ്പോ നീ എന്റെ ഇച്ഛായെന്നൊന്ന് വിളിച്ചേ, ഞാനൊന്ന് കേക്കട്ടെ. എന്താ കൊണ്ടൊന്നും പറ്റൂല. നീ വിളിക്കുന്നുണ്ടോ അതോ? ഇച്ചായ. ഒന്നുകൂടെ വിളിക്കാം. ഞാൻ ശരിക്കും കേട്ടില്ല. ഇച്ചായ. ഇപ്പൊ ഓക്കെ. ഇനി പോ നമുക്ക്. എനിക്ക് അവനെ കൂടി ഒന്ന് കാണണം, ആ ജിന്നിനെ. എന്നാ ജിന്നേട്ടനോട് പറയാൻ പോവാണോ? നിനക്ക് നിർബന്ധമാണേല് എല്ലാം പറയാം. വേണ്ട വേണ്ട. എന്നാ വാ പോവാം. ഇന്ന് നിങ്ങൾ ലേറ്റ്. എന്തെങ്കിലും ഒരു ദിവസമെങ്കിലും ഒന്ന് നേരത്തെ വരുമോ? നേരത്തെ ഒക്കെ വരണമെന്ന് ആഗ്രഹമുണ്ടടി, പക്ഷെ എന്ത് ചെയ്യാനാ, വിചാരിച്ചിട്ട് നടക്കുന്നില്ലെന്നേ. ഇത്ര ലേറ്റ് ആയിട്ട് നീ മാത്രമേ വന്നുള്ളോ? കുട്ടി എവിടെ? അവള് തേടെ കൂടെ വരും. തേടെ കൂടെയോ? ഇവർക്ക് രണ്ടുപേർക്കും ശരിക്കും എന്താ പ്രശ്നം? ചിലപ്പോ കാണാം ഒരുമിച്ച് നടക്കുന്നത്, ചിലപ്പോഴാണെങ്കിൽ ഭയങ്കര അടിയും. ഇന്നവള് സ്വന്തം ഇഷ്ടത്തിനൊന്നും പോയതല്ല, അവൻ നിർബന്ധിച്ചു കൊണ്ടുപോയതാ. നമ്മളറിയാതെ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് അല്ലേ? അത് ശരിയാ. എന്തായാലും കണ്ടുപിടിക്കാൻ നമുക്ക്. നീ വാ, നമുക്ക് ക്ലാസ്സിൽ പോവാം. അവളെ നോക്കി നിന്നാല് നമ്മൾ രണ്ടുപേരും ക്ലാസ്സിന് പുറത്ത് നിൽക്കേണ്ടി വരും. അവനും കുക്കിയും കൂടെ എവിടെയോ പോയി. കുറച്ച് ലേറ്റ് ആയെന്ന് പറഞ്ഞു വരാൻ. രണ്ടുപേരും കൂടി ഒരുമിച്ച് പോയേക്കുന്നതില് എന്തോ പന്തികേടുണ്ടല്ലോ. അതെനിക്കും തോന്നാതിരുന്നില്ല. ഇന്നലെ രാത്രിയില് അവൾ എന്തോ കുരുത്തക്കേടൊപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് അവൻ ഞങ്ങളോട് പറയാനായിട്ട് വന്നപ്പോ അവൾ അതിന് തടസ്സം നിന്നു. എവിടെയായിരുന്നടാ ഇത്രയും നേരം? അത് പിന്നെ എനിക്കും കുക്കിമോൾക്കും കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. കുക്കിമോളോ? എന്താടാ വിളിയിലൊക്കെ ഒരു മാറ്റം? രണ്ടും കൂടി എന്തോ വലിയ ചുറ്റിക്കളി ഉണ്ടല്ലോ. ചുറ്റിക്കളിയോ? എന്ത് ചുറ്റിക്കളി? അങ്ങനെയൊന്നും ഇല്ല ചായ. ഇച്ചായനോ? എടാ നിങ്ങളെ കേട്ടില്ലേ? ഇവർക്ക് രണ്ടാൾക്കും കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. ശരിയാ, ഇവിടെ പലർക്കും പലതും പറ്റിയിട്ടുണ്ട്. എന്താടാ അർത്ഥം വെച്ചൊരു സംസാരം? അതൊക്കെ വഴിയെ എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളും. എന്നാ വാ ക്ലാസ്സിൽ പോവാം. എടാ നിങ്ങൾ ക്ലാസ്സിൽ പോക്കോ. എനിക്ക് ജിമ്മിനോട് കുറച്ച് കാര്യങ്ങൾ വിശദമായിട്ട് സംസാരിക്കാനുണ്ട്. ഞങ്ങള് അത് കഴിഞ്ഞങ്ങ് എത്തിയേക്കാം. എന്നോട് എന്താണ് പറയാനുള്ളത്? അതൊക്കെ പറയാം, നീ വാ. പിന്നെ നിങ്ങൾ ക്ലാസ്സിൽ പോക്കോ. കുട്ടിമോളെ നീ ക്ലാസ്സിലേക്ക് പോക്കോ. ശരി ചായ. അവയെ ഇച്ചായെന്ന് വിളിക്കാൻ തുടങ്ങിയോ? ഇവരുടെ ഈ മാറ്റം എനിക്ക് ശരിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പുറമെ ഇങ്ങനെ സ്നേഹം കാണിച്ചിട്ട് അടുത്ത പൂരത്തിനുള്ള വക രണ്ടുപേരും മനസ്സിൽ കരുതുന്നുണ്ടാവും. നിനക്ക് എന്താണ് എന്നോട് സംസാരിക്കാനുള്ളേ? എനിക്കെന്താ പറയാനുള്ളതെന്ന് നിനക്കറിയില്ല അല്ലേ? നീ എന്താന്ന് പറയാതെ ഞാനെങ്ങനെ അറിയാനാ? ഓഹോ, ഒന്നും അറിയാത്തൊരു നിഷ്കളങ്കൻ. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാകുന്ന ഭാഷ പറയൂ. എല്ലാം ഞാൻ നിനക്ക് മനസ്സിലാക്കി തരാടാ കള്ള കാമുക. നിനക്ക് ജൂണിനെ ഇഷ്ടമായിരുന്നു അല്ലേ? നിനക്ക് ജൂണിനെ ഇഷ്ടമായിരുന്നെന്ന് ഞങ്ങൾ അറിഞ്ഞാൽ എന്തായിരുന്നടാ കുഴപ്പം? ബാക്കി എല്ലാത്തിനും കൂട്ടി നിൽക്കാന് ഞങ്ങൾ വേണം, ഇതിന് മാത്രം ഞങ്ങൾ വേണ്ട അല്ലേ? കുട്ടി എല്ലാം പറഞ്ഞു അല്ലേ? പറഞ്ഞു, എല്ലാം പറഞ്ഞു. ഇതിനും മാത്രം ആക്കിയിരുന്നില്ല അവളുടെ സഹായം. എല്ലാത്തിനും അവള് കൂടെ എന്നേനല്ലോ. അല്ലേലും ഞങ്ങളൊക്കെ എന്ത് ചെയ്യാറാ?
എടാ അങ്ങനെയൊന്നും അല്ല. നിങ്ങൾ എൻ്റെ മാത്രം ഫ്രണ്ടല്ല, അവൻ്റെയും ഫ്രണ്ടാ. നമ്മുടെ ആദ്യ ലൈഫിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും നാലാൾക്കും അതിനെക്കുറിച്ച് അറിയാം. അങ്ങനെയുള്ളപ്പോ അവനറിയാതെ നിങ്ങൾ എങ്ങനെയാണ് മറച്ചു വെക്കുന്നേ? അവനറിയാതെ എന്തിനാ മറച്ചു വെക്കുന്നേ? അവനറിയേണ്ട കാര്യം തന്നെയല്ലേ. അവനോട് പറഞ്ഞാല് ഇത് എങ്ങനെ എടുക്കുന്ന അറിയില്ലല്ലോ. അവനെ എനിക്ക് നഷ്ടപ്പെടുമെന്ന് പേടിയായിരുന്നു. അങ്ങനെയൊന്നും ഉണ്ടായില്ലടാ. നീ എത്രയും വേഗം അവനോട് പറയണം. എടാ, ഇതിൻ്റെ ഇടയിലൊരു ചെറിയ സംഭവം ഉണ്ടായി. എന്ത് സംഭവം? അത് പിന്നെ ഞങ്ങൾ സെറ്റായതാ. അതിപ്പോ ഡോണയായിട്ട് പ്രശ്നം ഉണ്ടായില്ലേ അന്ന് രാത്രി? ഇത്ര നേരം നിന്റെ വായിൽ എന്താ പഴമായിരുന്നോ? ഇതിനെ കുറിച്ചല്ല ഞാൻ നിന്നോട് ചോദിച്ചോണ്ടിരുന്നേ. അപ്പൊ നിനക്ക് പറയാൻ മേലായിരുന്നു. അതിന് ഞാൻ അറിഞ്ഞോ നീ എന്നെ ഇത് ചോദിക്കാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേന്ന്? അല്ല, നിങ്ങൾ സെറ്റായ കാര്യം കുക്കിക്കറിയോ? ഇല്ല, അവളോട് പറഞ്ഞിട്ടില്ല. ഇത് മാത്രം എന്താ അവളോട് പറയാതിരുന്നേ? ജോൺ പറഞ്ഞു ഇപ്പോഴേ അവളോട് പറയണ്ടെന്ന്. അവള് കൊറേവനെ കളിപ്പിച്ചതല്ലേ, അതിന് പകരമായിട്ട് ഇപ്പോഴേ അവൾ അറിയണ്ടെന്ന്.